ഹായ്, ഞാൻ ഡോക്ടർ നിത്യ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കൊച്ചി, കടവന്തറ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചാണ്. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. എന്താണ് ഇൻഫെർട്ടിലിറ്റി ഓർ വന്ധ്യത? ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കപ്പില് കല്യാണം കഴിഞ്ഞ് 1 ഇയർ അവർ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആകാതെ വരുന്ന ഒരു സ്റ്റേറ്റിനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ മോസ്റ്റ്ലി 90% ആൾക്കാർ വിത്തിൻ 1 ഇയറിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ 90% ആൾക്കാർ വിത്തിൻ 1 ഇയർ പ്രഗ്നൻസി ആകാറുണ്ട്. ബാക്കി 10% ആൾക്കാർക്കാണ് ഈ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വരുന്നത്. ഇൻഫെർട്ടിലിറ്റി വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്താണ് കാരണം എന്നുള്ളത്. ഇൻഫെർട്ടിലിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ 2 തരമാണ്. ഒന്ന് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്നും ഒന്ന് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ ഇതുവരെയും പ്രഗ്നൻസി ആയിട്ടേ ഇല്ല, കല്യാണം കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ടും പ്രഗ്നൻസി ആയിട്ടേ ഇല്ല, അതിനെയാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ പ്രഗ്നൻസി ആയിട്ടുണ്ട്, മേ ബി ആ ഒരു പ്രഗ്നൻസി ചിലപ്പോൾ ഒരു ലൈവ് ബർത്ത് ആയിരിക്കാം, എപ്പോഴെങ്കിലും ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടാകാം, ഓർ കുട്ടികളല്ല ചിലപ്പോൾ അബോർഷനായിട്ട് പോയിട്ടുണ്ടാകാം. ഇതിനെയാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നും പറയുന്നത്. കൂടുതലും പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയാണ് കാണാറ്. അറൌണ്ട് 57 to 60% പ്രൈമറി ഇൻഫെർട്ടിലിറ്റി, 40% സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ വന്ധ്യത ഇൻഫെർട്ടിലിറ്റീൻ്റെ കാരണങ്ങൾ? കാരണം മോസ്റ്റ്ലി അറൌണ്ട് ഇതിപ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ 2 പേരുടെയും പ്രശ്നമാണല്ലോ. ഒരു കപ്പിളിൽ ഒരു ആണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് 2 പേരിലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ഫാക്ടർ അഥവാ പെണ്ണ് കാരണം കൊണ്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റി അറൌണ്ട് 40%, ആണുങ്ങൾ കാരണം മാത്രം കൊണ്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റി അറൌണ്ട് 20%, പിന്നെ 2 പേരും മിക്സ്ഡ് ആയിട്ട് വരുന്നത് അറൌണ്ട് അനദർ 20 to 30% കമ്പൈൻഡ് ആയിട്ടുള്ള കാരണങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഞാൻ പറഞ്ഞു 40 to 50% ഫീമെയിൽ കാരണം കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റീനെ കുറിച്ച് പറയാം. ഫീമെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി എന്തൊക്കെ കാരണം കൊണ്ട് വരാം? അപ്പോൾ പ്രഗ്നൻസി ആകാൻ എന്തൊക്കെ വേണം? നല്ല ഓവറീസ് വേണം. ഓവറി എന്ന് വെച്ചാൽ എഗ്ഗ്, നല്ല അണ്ടം ഉണ്ടായിരിക്കണം, അണ്ട ഉത്പാദന ശേഷി നല്ലതായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ ഡെഫിനറ്റ്ലി ഈ അണ്ട ഉത്പാദന ശേഷി കുറയുന്നതാണ്. ഓവുലേഷൻ അഥവാ ഒവേറിയൻ ഇഷ്യൂസ് കാരണം കൊണ്ടാണ് ഫസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരാറ്. അതും അറൗണ്ട് ഒരു ഇപ്പോൾ ഒവേറിയൻ ഫീമെയിൽ ഫാക്ടറിൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 40% ഒവേറിയൻ ഇഷ്യൂസ് കാരണം കൊണ്ട് പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട്. 40 to 50% ഒവേറിയൻ ഇഷ്യൂസ് കാരണം കൊണ്ട് പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഒവേറിയൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഓവറിയിലാണ്ട് അണ്ടം ഉത്പാദനം വരുന്നത്. അപ്പോൾ ഈ ഓവറിയിൽ വരുന്ന അസുഖങ്ങൾ പോളിസിസ്റ്റിക് ഓവറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ആയിരിക്കാം, ഓർ ഇപ്പോൾ ഒവേറിയൻ ഇൻസഫിഷ്യൻസി, പ്രിമച്വർ ഒവേറിയൻ ഇൻസഫിഷ്യൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒവേറിയൻ ഫെയിലിയർ ആയിരിക്കാം. അപ്പോൾ ഒവേറിയൻ ഇഷ്യൂസ് കാരണം കൊണ്ടാണ് ഫസ്റ്റ് കോമൺലി കൂടുതലും റീസൺ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള സാധ്യതകൾ. പിന്നെ അടുത്തത് ഒരു ഓവറി നല്ലതാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ എഗ്ഗ് യൂട്രസിനകത്തേക്ക്, ഈ ഓവം വന്നിട്ട് യൂട്രസിനകത്തേക്ക് എത്തുന്നത് ട്യൂബ് വഴിയാണ്. ഇപ്പോൾ ട്യൂബ് എന്ന് വെച്ചാൽ യൂട്രസെന്നും ഓവറിയിലേക്കുള്ള കണക്റ്റിംഗ് സ്ട്രക്ചേഴ്സ്, ഒരു യൂട്രസും 2 ഓവറിയും, അതേമാതിരി ഈ 2 ഓവറിക്കും കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെലോപ്പിയൻ ട്യൂബിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അഥവാ ഫെലോപ്പിയൻ ട്യൂബ് അടഞ്ഞിരിക്കുകയാണ്, ഓർ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ മൊട്ടിലിറ്റി, ഫെലോപ്പിയൻ ട്യൂബ് സാധാരണ നല്ല സ്ലൈമി മൊട്ടിലിറ്റി ആയിട്ടായിരിക്കും, മൊട്ടൈലായിരിക്കും. അപ്പോൾ ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ മൊട്ടിലിറ്റി എങ്ങാനും ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അസുഖം മൂലം കൊണ്ട് മൊട്ടിലിറ്റി ബാധിച്ചതാണ്, ഇല്ല വേറെ എന്തെങ്കിലും അസുഖം കാരണം കൊണ്ട് ഫെലോപ്പിയൻ ട്യൂബ് അടഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഈ ട്യൂബൽ ഫാക്ടറാണ് നെക്സ്റ്റ് കോമൺ കോസ്. അത് അറൗണ്ട് ഒരു 20% വരാറുണ്ട്. ഇങ്ങനെ ട്യൂബൽ ഫാക്ടർ, ട്യൂബ് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടം അവിടെ ഓവറി വർക്ക് ആവുന്നുണ്ട്, ഓവം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഓവം ട്യൂബ് വഴിയാണ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ട്യൂബ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഓവത്തിനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. എഗ്ഗിന്, ഓവം എന്ന് പറയുന്നത് എഗ്ഗിനെയാണ്, ഈ എഗ്ഗിനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. പിക്ക് ചെയ്ത് അതിരിക്കുമ്പോഴും അഗൈൻ പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ട് വരാം. നെക്സ്റ്റ് റീസൺ എന്താണ്? നെക്സ്റ്റ് ആണ് യൂട്രൈൻ ഫാക്ടേഴ്സ്. യൂട്രസിൽ വരുന്ന അസുഖങ്ങൾ, യൂട്രസിൽ വരുന്ന അസുഖം മൂലവും പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ യൂട്രസിൽ വരുന്ന അസുഖം യൂട്രസിൻ്റെ ഭിത്തിയിലായിരിക്കാം, ഓർ യൂട്രസിൻ്റെ ലൈനിങ്ങിലായിരിക്കാം. ഇപ്പോൾ യൂട്രസിൻ്റെ ഭിത്തിയിൽ എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി ഫൈബ്രോയിഡ്സ് കണ്ടുവരാറുണ്ട്. ഫൈബ്രോയിഡ് എന്ന് വെച്ചാൽ യൂട്രസിൽ വരുന്ന ഒരു ചെറിയ സ്ലോ ഗ്രോയിങ് ട്യൂമറാണ്.
ഇത് ചില ആൾക്കാരിൽ അതിൻ്റെ പൊസിഷനനുസരിച്ച് ചിലപ്പോൾ വലിയ ഫൈബ്രോയിഡ് യൂട്രസിന് മേലെ പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ അഗൈൻ പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട് വരാം. ഓർ ചില ഫൈബ്രോയിഡ് ചെറുതാണെങ്കിലും യൂട്രസിൻ്റെ അകത്തേക്കാണ് തള്ളി വരുന്നതെന്നുണ്ടെങ്കിലും യൂട്രസിന് പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. ഓർ യൂട്രസിൻ്റെ ലൈനിങ്ങിന് പ്രശ്നമുണ്ടായിരിക്കാം. യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഇപ്പം ഹോർമോണൽ ചേഞ്ചസ് ധാരാളം പോളിസിസ്റ്റിക് ഓവറീസ് കാരണം കൊണ്ട് വരുന്നതുകൊണ്ട് യൂട്രൈൻ ലൈനിങ്ങിൽ പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ ഹൈപ്പർ പ്ലേസിയ, യൂട്രൈൻ ലൈനിങ് വലുതാകുക, ഹൈപ്പർ പ്ലേസിയ ഓർ അതിന് ഡിഫറെൻറ്റ് ചേഞ്ചസ് ATP അങ്ങനെ ഉണ്ടെങ്കിലും പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട് വരാം. പിന്നെ യൂട്രൈൻ ക്യാവിറ്റീൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്രൈൻ ക്യാവിറ്റീൻ്റെ അകത്ത് ഇഷ്യൂസ് വരുന്നത് കഞ്ചനൈറ്റൽ അനോമലീസ് ആയിട്ട് വരാം. ചിലപ്പോൾ യൂട്രസ് കഞ്ചനൈറ്റലി ജന്മന യൂട്രസിൻ്റെ പൊസിഷൻ യൂട്രസിൻ്റെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസം വരാം. അപ്പോൾ ജന്മന യൂട്രൈൻ ഷേപ്പ് ചിലപ്പോൾ യൂട്രസിൻ്റെ അകത്തൊരു സെപ്റ്റം ഉണ്ടായിരിക്കാം, ഓർ യൂട്രസിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വന്നിരിക്കാം, അല്ലെങ്കിൽ യൂട്രസിൽ വല്ല ബ്ലോക്കേജോ അല്ലെങ്കിൽ യൂട്രസിൽ അഡ്ഹഷനായിട്ട് ഉണ്ടായിരിക്കാം. അപ്പം ഇതും അനദർ 10% കാരണം കൊണ്ട് യൂട്രൈൻ ഫാക്ടേഴ്സും വരാറുണ്ട്. ഇനി മെയിൽ ഫാക്ടറിലേക്ക് പോകുന്നത് മെയിൽസിൽ മെയിൻലി സ്പേം ആണ്. സ്പേം ഇഷ്യൂസ് വരുമ്പോഴാണ് മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി വരുന്നത്. സ്പേം ഇഷ്യൂസ് അത് മൈൽഡ് ഇഷ്യൂ ആയിരിക്കാം, മോഡറേറ്റ് ഇഷ്യൂ ആയിരിക്കാം, സിവിയർ ഇഷ്യൂ ആയിരിക്കാം. കൗണ്ടിൽ തീരെ ചിലപ്പോൾ സിവിയർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ കൗണ്ടിൽ തീരെ കുറവ് വരുന്നത് ലെസർ ദാൻ 5 million, മിനിമം 15 to 16 million ആണ് വേണ്ടത് പെർ ml കോൺസെൻട്രേഷൻ. സീമൻ അനാലിസിസിൽ നമ്മളൊരു സീമൻ അനാലിസിസ് റിപ്പോർട്ട് നോക്കുമ്പോൾ മിനിമം 15 to 16 million ആണ് പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ 5 millionലും കുറവ് വന്നാൽ അതിൻ്റെ സിവിയർ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ അത് വെറും കൗണ്ടിൻ്റെ മേലെ മാത്രമല്ല, കൗണ്ട് അല്ലാണ്ട് തന്നെയും ഈ സ്പേംസിൻ്റെ ചലനശേഷി എങ്ങനെയുണ്ട്, അതിൽ സ്പേംസിൽ നോർമൽ ഫോംസ് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് പ്രശ്നങ്ങൾ വരാറ്. അപ്പം ഇതിൽ ചിലപ്പോൾ കൗണ്ട് കുറവായിരിക്കാം, അല്ലെങ്കിൽ ചലനശേഷി കുറവായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ മോർഫോളജി കുറവായി. ഇതിൽ ഏത് പ്രശ്നം വന്നാലും എഗെയിൻ ഒരു പ്രഗ്നൻസി ആകാൻ താമസം വന്നേക്കാം. അപ്പോൾ ഈ മെയിൽ ഫാക്ടറും എഗെയിൻ ഒരു 20% ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. ചിലവർക്ക് രണ്ടും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഫീമെയിൽസിലും പ്രശ്നം ഉണ്ടാകാറുണ്ട്, മെയിലിലും പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കമ്പൈൻഡ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. പിന്നെ ഒരു 10% ആൾക്കാർക്ക് ഒരു ഫാക്ടറോ ഒരു കാരണവും ഉണ്ടാവില്ല. നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ഓവുലേഷൻ നടക്കുന്നുണ്ടാവും, ട്യൂബൽ ടെസ്റ്റിംഗ് ചെയ്ത ആൾക്കാരിൽ ട്യൂബ് തുറന്നിരിക്കുന്നുണ്ടാവും, യൂട്രൈൻ ക്യാവിറ്റി നോർമലായിരിക്കും, ഹസ്ബൻഡിൻ്റെ കൗണ്ട് നോർമലായിരിക്കാം. അപ്പോൾ അതിനെയാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കാം, അത് ആ കാരണം കൊണ്ട് പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഇതിനെയാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. ഒരു കപ്പിള് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ഈ കോസസ് ആണ് നോക്കുന്നത്, എന്തായിരിക്കും കാരണം എന്നുള്ളത്. അവരുടെ അടുത്തുനിന്ന് ഹിസ്റ്ററി, അവരുടെ പീരിയഡ്സ് എങ്ങനെയാണ്. ചില ആൾക്കാർക്ക് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും കുറേ കാലങ്ങളായി, 3 years ആയി, പക്ഷെ എത്രയോ പേര് വരുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഇന്റർകോഴ്സ് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതും പറയാറുണ്ട്. അപ്പോൾ അതും ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളടുത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് നോക്കുന്നത് ഒരിടത്ത് ഒരു പ്രോപ്പർ തറോ ക്ലിനിക്കൽ ഹിസ്റ്ററിയും എക്സാമിനേഷനും ചെയ്ത് അൾട്രാസൗണ്ട് ബേസിക്കായിട്ട് ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു ബേസിക് അൾട്രാസൗണ്ടും ചെയ്ത് ഹസ്ബൻഡിൻ്റെ സീമൻ അനാലിസിസും ചെയ്ത് മോസ്റ്റ്ലി നമുക്ക് അവിടെ തന്നെ കണ്ടുപിടിക്കാവുന്ന കാരണങ്ങളായിരിക്കാം. പിന്നീട് ഫർദർ വേണ്ടി വരുന്നത് ട്യൂബൽ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ട്യൂബൽ ടെസ്റ്റിംഗ് ഒന്നില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴിയോ SST വഴിയോ അല്ലെങ്കിൽ HST വഴിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ നോക്കിയിട്ട് വേണം അവരുടേതായിട്ടുള്ള അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിർണ്ണയിക്കാൻ. ആർക്ക് ഏത് കപ്പിളിന് എന്ത് തരം ട്രീറ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പലതരം. ഇപ്പോൾ മെയിൽ ഫാക്ടറിൽ ആണുങ്ങളുടെ സ്പേം കുറവാണ്, തീരെ കുറവാണ്. അപ്പോൾ അത് കൂട്ടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നോക്കുന്നത് അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ, അവരുടെ ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നിർണ്ണയിക്കണം. ഇവർക്ക് ഹോർമോൺസ് കുറവ് കാരണം കൊണ്ടാണോ ഈ കൗണ്ട് കുറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ കൗണ്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് നോർമലി ട്രൈ ചെയ്താൽ ചിലപ്പോൾ നോർമൽ പ്രഗ്നൻസി ആയേക്കാം. പിന്നീട് ചില ആൾക്കാരിൽ ഈ സ്പേം കൗണ്ട് കൂട്ടാൻ പറ്റാത്തവർക്ക്, ഇപ്പം തീരെ സിവിയർ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക് കൗണ്ട് കൂട്ടാൻ പറ്റാത്തവർക്ക് ചിലപ്പോൾ നേരിട്ടൊരു IVFൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കാം. അതല്ലാതെ ഇപ്പോൾ ഫീമെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞു, ഫീമെയിൽ ഫാക്ടറിൽ ഇപ്പോൾ ഓവുലേഷൻ്റെ ഇഷ്യൂ ആണ്, ഓവുലേറ്ററി ഇഷ്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കുക. ഓവുലേഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചിലപ്പോൾ തെന്നാല ആകാനുള്ള സാധ്യതയുണ്ട്. സെയിം ടൈം ഇപ്പോൾ ട്യൂബൽ ഫാക്ടറാണ് ഇഷ്യൂ വന്നത്, ട്യൂബാണ് അടഞ്ഞിരിക്കുന്നത്. ട്യൂബ്
ട്യൂബ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അഗൈൻ അത് തുറക്കാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിനേക്കാളും ഉപരി നല്ലത് നേരിട്ട് IVF ഇപ്പോൾ ഒരു യങ് കപ്പിളാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ട്യൂബൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ട്യൂബ് അടഞ്ഞിരിക്കുകയാണ്, പിന്നെ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കുറവാണ്. ട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഇപ്പോൾ ലാപ്രോസ്കോപ്പി വഴിയോ ഹിസ്ട്രോസ്കോപ്പി വഴിയോ ട്യൂബൽ കാനുലേഷൻ നടത്തി തുറന്നാലും ചിലപ്പോൾ പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ബിക്കോസ് അവരുടെ ട്യൂബിൻ്റെ ഫങ്ഷനിങ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞു ട്യൂബിൻ്റെ ചലനശേഷി ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ IVFിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നേക്കാം. പിന്നെ യൂട്രൈൻ ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ യൂട്രൈൻ ഫാക്ടേഴ്സ് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്താൽ നോർമലി ട്രൈ ചെയ്യാവുന്നതാണ്.